വിങ്ങലായി ഇല്ല എന്ന് പറയാൻ തുടങ്ങിയാവാം. തീർച്ചയായിട്ടും രണ്ടാമത്തെ ക്വാർട്ടറിന് ശേഷവും അടുത്ത ഡാൻസിംഗ് പാപ്പമാർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ കണ്ടാലും മതി വരാത്ത കാഴ്ചകളുടെ വിസ്മയമൊരുക്കുന്ന ബോർണത്താലെ 2K24 ഒരിക്കൽ കൂടി തൃശൂർ പേരൂരിന്റെ കാഴ്ചകൾ ഒരുക്കുന്നു എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 150ഓളം ഇടവകളുടെ പ്രാതിനിധ്യത്തിൽ 107ഓളം ഇടവകളിൽ നിന്ന് വരുന്ന 15,000-ഓളം ബോൾ. അത് എങ്ങനെയാണ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റുക, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ജില്ലയുടെ പല ഭാഗത്തു നിന്നായി, ഒരുപക്ഷെ കേരളക്കരയിൽ നിന്ന് ക്രിസ്മസ് ആഘോഷം ഡിസംബർ 27 വരുമ്പോൾ ഗ്രൗണ്ടിൽ ഈ ഒരു ആഘോഷം എന്തായാലും കാണണം എന്നുള്ള ഒരു കാത്തിരിപ്പിന് കൂടി ഇന്ന് വിരാമമാവുകയെന്നത്. തീർച്ചയായിട്ടും സ്വരാജ് റൗണ്ടിലേക്ക് മെല്ലെ മെല്ലെ ഡാൻസിംഗ് പാപ്പന്മാർ വരുമ്പോൾ ഒരുപക്ഷെ കേരളക്കരയും ഇന്ത്യയുമല്ല ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്ന 4ാമത് ഫ്ലോട്ട് ഇതാ തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൃശൂരിന്റെ സ്വന്തം പുലിക്കളിയും തൃശൂരിന്റെ സ്വന്തം സാംസ്കാരിക തനിമയും പുലർത്തുന്ന ഫ്ലോട്ട് ഇതിനകം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൊന്നതാല് കേവലം ആഘോഷം മാത്രമല്ല, അതിൽ വലിയ കാരുണ്യത്തിന്റെ സമയത്ത് നെക്സ്റ്റ് ഡാൻസ് പെർഫോമൻസിനായിട്ട് ഡാൻസിംഗ് പാപ്പാസ് റെഡിയാണ്. സോ പാപ്പാസ് റെഡി? ആർ യു റെഡി? യെസ്, ദി മ്യൂസിക് പ്ലേസ്. അതിൽ 18ാമത്തെ ഫ്ലോട്ടാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചിരിക്കുക. പൊന്നതാലയുടെ മുൻനിര കൂടി ഏറ്റവും അച്ചടക്കത്തോടു കൂടി ഈ
അഭിമാനത്തെ ആവേശപ്പെടുക ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ക്രിസ്മസ് പാർട്ടികളായി മാറിക്കഴിഞ്ഞു. ഇന്ന് ഈ തൃശ്ശൂർ കേരളത്തിൽ എത്തിച്ചേർന്നുള്ള ജനങ്ങൾ നിരവധിയായ വിദേശികൾ ഒരിക്കൽ കൂടി ആ പദ്ധതി ഉണ്ടാക്കുകയാണ്. ാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള 15,000-15,000-ലധികം വരുന്ന പാപ്പന്മാർ 21ഓളം സമകാലിക വിഷയങ്ങളും കേരളം പ്രതിദാനം ചെയ്യുന്ന തനത് കലാരൂപങ്ങളും ഒപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളും കേരളം കണ്ട പോയ വർഷത്തെ ഈ ഒരു വർഷാവസാന ആഘോഷത്തിലേക്ക് എത്തിത്തീർക്കുമ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലൂടെ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് കേരളം എന്നുള്ളത് ഇന്ന് കണ്ട വിസ്മയ കാഴ്ചകളിൽ ഒരുവിധമൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സംഘാടക സമിതി എടുത്ത് നന്ദി പറയേണ്ട കാര്യം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും എന്തൊക്കെ പുതുമ ഉൾക്കൊള്ളിക്കാം എന്നതിനൊപ്പം തന്നെ എത്രത്തോളം വ്യത്യസ്തമാക്കാം എന്നുള്ള